നേരം വെളുത്തും തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് പല്ലൊക്കെ തേച്ചൊന്ന് റെഡിയാവാം. എൻ്റെ ട്രെയിൻ യാത്ര സ്ഥിരമായതുകൊണ്ട് തന്നെ എനിക്കിത് വലിയ പുതുമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നു. കുറേ കൊല്ലങ്ങളായിട്ട് ട്രെയിനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് പോയാലും ട്രെയിൻ തന്നെ ശരണം. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ എൻ്റെ വീട് പോലെ തന്നെയായി മാറി. നമുക്ക് ചെന്നൈ എത്താറാകുമ്പോഴത്തേക്ക് കുറേ നല്ല അടിപൊളി വീടുകൾ കാണാൻ പറ്റും. സ്ക്വയർ ഷേപ്പിൽ പല പല കളറിലുള്ള അടിപൊളി വീടുകൾ, അടുക്കി ചിട്ടയോടെ പണിയേക്കുന്ന വീടുകൾ കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകതയും. പലർക്കും ചെന്നൈയിലെ കാറ്റൊന്നും പിടിക്കുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുത്തെ കാറ്റാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുള്ളത്. രാവിലെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് പുറത്തേക്കുള്ള കാഴ്ചകൾ നോക്കിയിരിക്കാം. ഇത് നമ്മുടെ നാട്ടിലെ മെമ്മു എന്ന് പറയും. ചെന്നൈയിലെ ലോക്കൽ ട്രെയിൻ തന്നെ. എപ്പോഴും ട്രെയിനിൻ്റെ ഫ്രണ്ട് വശം ശ്രദ്ധിക്കും. രണ്ട് കണ്ണും ഒരു മൂക്കും ഒരു വായു ഉള്ള പോലെയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ചെന്നൈയിൽ കാലുകുത്തി. ഞാൻ മാത്രമല്ല കേട്ടോ ചെന്നൈ വന്നിട്ടുള്ള, എൻ്റെ കുറേ റിലേറ്റീവ്സും ഉണ്ട്. അവർ വേറെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടുമുട്ടി. എനിക്ക് തോന്നുന്നു ഒരു 1.5 കൊല്ലത്തിന് ശേഷമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു യാത്ര, അതും ഒരു അസുലഭ നിമിഷത്തിന് സാക്ഷിയാകാനായി. ഇതുവരെ ഞാൻ ആ സസ്പെൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി. നോക്കൂ, ഒത്തിരി ആൾക്കാരുണ്ട്. ആ ലോക്കൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്നവരാണ് ഇവരെല്ലാം. നമ്മൾ ഇവിടുത്തെ വീട്ടിലേക്ക് പോകാനായിട്ട് ഊബർ ബുക്ക് ചെയ്ത് അതും കാത്ത് നിൽപ്പാണ്. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ടാറ്റാ.